കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ വന്നിരിക്കുന്ന അതിഗംഭീരമായ ആൾക്കാരെ കണ്ടാലും നമുക്ക് മനസ്സിലാവും ഇതൊരു ചെറിയ ഫംഗ്ഷൻ അല്ല എന്നുള്ളത്. ദിലീപേട്ടൻ ഇവിടെ ഉണ്ട്, നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ട്, സിബി മലയിൽ സാർ, ഉണ്ണികൃഷ്ണൻ സാർ, സിദ്ദിഖ് സാർ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് കൂട്ടുകെട്ട് ആദ്യമായി വരികയാണ് മലയാള സിനിമയിലേക്ക്. നമുക്കൊരു കയ്യോടി കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് തുടക്കം കുറിക്കാം. മാജിക് ഫ്രെയിംസ് നമുക്ക് സമ്മാനിച്ച ചിത്രങ്ങളെല്ലാം ഗംഭീര വിജയങ്ങളായിരുന്നു, ഈ അടുത്ത കാലം വരെയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ. അപ്പൊ ഇനി ദിലീപേട്ടനോടൊപ്പം കൂട്ടുകൂടിയാൽ അതിഗംഭീരമാകുമെന്നുള്ളത് സംശയമില്ല. മാത്രമല്ല, ദിലീപേട്ടന്റെ 150ാമത്തെ ചിത്രം കൂടിയാണ് ഇത്. ദിലീപേട്ടനോട്ട് ഒപ്പം നമ്മുടെ സിദ്ദിഖ കൂടിയാലോ? പിന്നെ അത് തമാശ കൊണ്ടും നല്ല രസകരമായ ഒരു ഗംഭീര ചിത്രമാവുന്നുള്ള ഒരു ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ സാറും ദിലീപ് സാറും സിദ്ദിഖ് സാറും ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് ഉണ്ണികൃഷ്ണൻ സാറിന്റെ പടമാണ് ഓർമ്മ വരുന്നത്. അത് കണ്ട എല്ലാവരും അറിയാം, നമുക്ക് സിദ്ദിഖെ പഴയ നമ്മളെ ചിരിപ്പിച്ച് കൊന്നുകൊണ്ടിരുന്ന സിദ്ദിഖെ തിരിച്ചു കിട്ടിയ ഒരു ചിത്രം കൂടിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു ചടങ്ങ് ദിലീപേട്ടന്റെ 150ാമത്തെ ചിത്രം ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് കൂട്ടുകെട്ടിന്റെ മാജിക് ഫ്രെയിംസിന്റെ ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓണും ഷൂട്ടിങ്ങുമാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്കായിട്ട് നമുക്ക് ആദ്യം ഭദ്രദീപം തെളിയിക്കാനായിട്ട് ദിലീപേട്ടനെയും ലിസ്റ്റിൻ സ്റ്റീഫനെയും ക്ഷണിച്ചോളൂ. ഉണ്ണികൃഷ്ണൻ സാറും സിദ്ദിഖ് സാറും വരണം. സാബു ചെറിയാൻ, ഔസേപ്പച്ചൻ വാളക്കുഴി, പ്രൊഡ്യൂസർ രഞ്ജിത്ത്, സന്തോഷ് നായർ, സി കേരളം, ബിൻറ്റോയുടെ പാരൻസ്, ആൽവിൻ ആന്റണി ആൻഡ് ജസ്റ്റിൻ സ്റ്റീഫൻ. Georgette and Jibu Jacob sir. Georgette and Lip. Anil Thomas sir. Dijo and Charis. കേൾക്കാനൊരു സുഖമുള്ള കാര്യമല്ല, എങ്കിൽ പോലും ഈ ചിത്രം ഏറ്റവും വലിയ വിജയമാവട്ടെ എന്ന് ഓരോ ചിത്രത്തിലും നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ സിനിമയ്ക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എത്രയും വേഗം ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തട്ടെ. പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കട്ടെ. ഈ സിനിമയും ഇതിനു മുമ്പ് ഞാനും ദിലീപെല്ലാം ചേർന്ന് ചെയ്തിട്ടുള്ള സിനിമകൾ പോലെ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് ഇത് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സിദ്ദിഖുണ്ടും ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. ഗംഭീര വിജയമാകട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം ദിലീപ് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാതിരിക്കില്ലല്ലോ ഒരിക്കലും. ഗംഭീര വിജയമാവട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം സംസാരം മുഴുവൻ ലിസ്റ്റിൽ ചെയ്തോളൂ. എൻ്റെ നല്ല സുഹൃത്തുക്കളായ രണ്ടുപേരും ഒന്നിക്കുന്നു, ലിസ്റ്റിൻ സ്റ്റീഫനും അതേമാതിരി തന്നെ ദിലീപും. തീർച്ചയായിട്ടും ഈ പടം ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹൗസിന് പേരിട്ടത് വളരെ ബുദ്ധിപൂർവ്വമാണ്. ഓരോ സിനിമകളും ഓരോ മാജിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാജിക്ക്
ഈ 150-ാമത്തെ സിനിമയിൽ 150-ാമത്തെ ദിലീപിൻ്റെ പ്രോജക്റ്റും ജിസ്റ്റിനും 30-ാമത്തെ സിനിമയിലും അത് ആവർത്തിക്കട്ടെ. ഇവരെ രണ്ടുപേരും ജിസ്റ്റിനും ദിലീപും കൂടെ ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ്റെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വലിയ വിജയം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തട്ടെ. പുതിയ സംവിധായകരും എല്ലാവിധ ആശംസകളും. ദിലീപും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ശരിക്കും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ആ സുഹൃത്തുക്കളുടെ സിനിമ ഏറ്റവും വലിയ വിജയമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ തന്നെ വലിയ വിജയമാകട്ടെ. ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ജനഗണമനയുടെ റൈറ്ററുമാണ്. ഇതൊരു മികച്ച ചിത്രമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. എൻ്റെ കഴിഞ്ഞ 2 പടം മാജിക് ഫ്രെയിംസാണ്. ഈ പടം മാജിക് ഫ്രെയിംസാണ്. ഞങ്ങൾ പോകില്ല അവിടെ, പറഞ്ഞയച്ചാലും പോകില്ല. കൃഷ്ണേട്ട അടുത്ത പടം മാജിക് ഫ്രെയിംസ് തന്നെ ആവട്ടെ. വലിയ ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിനൊരു പടം. ബിഗ് ഫാൻ. ദിസ് വിൽ ബി മൈ ഫാൻ മൂവി. താങ്ക് യു. ഞാൻ 2 പടത്തിലും മാജിക് ഫ്രെയിംസിന് അസോസിയേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നു. ഞാനും പോകത്തില്ല ഇവിടുന്ന്. ഇരുവേട്ടനോട് പടം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സന്തോഷം, എല്ലാവരും വന്നതിൽ സന്തോഷം. പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. എനിവേ ബിൻഡോ കുറേ നാളത്തെ പരിചയമാണ്. അപ്പോൾ ആളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ അതും ഷാജിസിൻ്റെ സ്ക്രിപ്റ്റ് ലിപി വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്ക്രിപ്റ്റ്, ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷാജിസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം ചേട്ടാ. ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിവേ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത്. പക്ഷേ എല്ലാവരും വന്നു ചേർന്നു. അപ്പോൾ അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരോ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രഭാഷണമൊന്നുമില്ല, വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റുമയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്, മാജിക് ഫ്രെയിംസിൻ്റെ കൂടെ. അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ്. വളരെ സ്നേഹത്തോടും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ അവരുടെ സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ. ആദ്യം തന്നെ സർവശക്തരായ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഇതെൻ്റെ 150-ാമത്തെ സിനിമയാണ്. ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, അതുപോലെ എൻ്റെ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാ മീഡിയയും, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ സിനിമ വേണം, എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് 26-ാം തീയതി പവി കെയർടേക്കറും വരുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റാണ്, അതുകൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റുമായി ഇപ്പോൾ പറയുകയുണ്ടായി, ഇന്ന് രാവിലെയൊക്കെയാണ് പല ആൾക്കാരെ വിളിച്ചതെന്ന്. വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും ഇവിടെയുണ്ട്. വലിയ സന്തോഷം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും
രേഖപ്പെടുത്തുകയാണ്. താങ്ക്സ് എല്ലാം. എല്ലാവർക്കും അറിയാം ഡിജോയുടെ പടങ്ങളിലെ എല്ലാം തിരക്കഥ ഷാരിസ് ആണ്. അപ്പൊ അത് മാത്രമല്ല ഈ ഡയറക്ടറും ഇവിടെ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ എനിവേസ് ഏറ്റവും അധികം ആശംസകൾ പറയാൻ വേണ്ടി ഏറ്റവും അർഹതയുള്ള ഒരു കൂട്ടുകാരൻ തന്നെയാണ്. ഡിജോയ്ക്ക് മൈക്ക് കൊടുക്കുന്നത് എനിക്ക് ഡിജോയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ട്. ഡിജോയുടെ ആദ്യത്തെ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അന്നോടുള്ള ബന്ധമാണ് ഡിജോയായിട്ട്. ഡിജോയുടെ എല്ലാ പടത്തിലും ചീഫ് അസോസിയേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബ്രദറിനെ പോലെയാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ കൂടെ ഉള്ളവർ ഒരു സിനിമ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ക്വീനിലൂടെ വന്നതാണ്. അപ്പോൾ ക്വീൻ ചെയ്ത സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. ഞാനും ബിൻഡോയൊക്കെ ഒരുമിച്ച് അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ ചെയ്തത്. അപ്പോൾ ക്വീൻ തീർക്കാനൊക്കെ ഒരുപാട് സഹായിച്ചത് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനൊരു ഐറ്റം ഉണ്ട്, ചീഫ് അസോസിയേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ബിൻഡോ വന്നതിന് ശേഷമാണ് ആ സിനിമ തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതിനുശേഷം ജനഗണമന, അതിനുശേഷം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, ആ സിനിമയിൽ പൂർണ്ണമായിട്ടും ബിൻഡോയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരുവൻ അവൻ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതും പ്രത്യേകിച്ച് ദിലീപ് ഏട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ പിന്നെ അതേ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫിലിംസ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതായത് ഞങ്ങളിപ്പോൾ 2 പടമായി. അപ്പോൾ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ പിന്നെ എൻ്റെ സുഹൃത്ത് ഞങ്ങൾ വന്ന ഷാരിസിൻ്റെ എത്രയാണ് 6ഓ 7ഓ 6ാമത്തെ പടമാണ്. അതുകൊണ്ട് അവനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ വിൻഡോയിൽ ഞാൻ പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. എനിക്ക് 100 അല്ല 150% ഉറപ്പാണ് ഈ സിനിമ വൻ വിജയമാവുക. അപ്പം എന്തായാലും ഈ സിനിമ വിജയമാവും, എല്ലാ പ്രാർത്ഥനയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവൻ പറഞ്ഞു ലിസ്റ്റിന് എങ്ങനെ പറയും ഇത്ര ദിവസം കൊണ്ടോട്ടൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന്, അത് തീർക്കണമെന്ന്. പക്ഷെ അതൊന്നും നീ വിശ്വസിക്കരുത്, നീ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവ എന്നോട് 60-70 ദിവസം എന്ന് പറഞ്ഞ ഇവൻ 130 ദിവസത്തില് അവൻ നിർത്തിയത്. ലിസ്റ്റിന്റെ കണക്കെല്ലാം തെറ്റാ. കൃത്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും നേരെ തിരിച്ചടിക്കും. 100 ആണെങ്കിൽ അത് 130 ആക്കും. അങ്ങനെ തന്നെ സിനിമയിലും നമ്പേഴ്സ് വരട്ടെ, 100, 150 ഒക്കെ കടന്ന് വരട്ടെ ഈ സിനിമയിലും, അല്ലെ ഉണ്ണി സാർ? ഉണ്ണിയേട്ടൻ പറഞ്ഞു നീ എന്തുണ്ടെങ്കിലും പേടിക്കേണ്ട, ഫെഫ്ക ഇവിടെ ഉണ്ടെന്ന്. കൂടെയുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്കിളോ ആരെ അത് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഏറ്റു. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാമല്ലേ? അപ്പൊ നമുക്ക് എല്ലാവരും വീട്ടിൽ പോയി കൂടുക.